وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, ദർസ് വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഈദ് റബീൻ്റെ മഹത്തായ വേദിയിലാണ് നാം ഏവരും ഒരുമിച്ച് കൊടുക്കുന്നത്. ഈ പുണ്യവേദിയിൽ നല്ല കൂട്ടുകാരൻ എന്ന വിഷയത്തെക്കുറിച്ച് അല്പം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതും തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ല കൂട്ടുകെട്ടിന് ഒറ്റനേകം പോരിശ പറഞ്ഞ വിധമാണ് വിശുദ്ധ ഇസ്ലാം. പടച്ച റബ്ബിൻ്റെ പൊരുത്തത്തിൽ പരസ്പരം സ്നേഹിച്ചവർക്ക് അർശിൻ്റെ തണലുണ്ടെന്ന മുഅ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുളിഞ്ഞ ആശയമാണിത്. അന്ത്യനാളിൽ മിത്രങ്ങളെല്ലാം ശത്രുക്കളാകും. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച മിത്രങ്ങളെ എന്ന ഖുർആനിക വചനം സൂക്രത കൂട്ടുകെട്ടിന് മാറ്റി കൂട്ടുന്നു. തീർന്നിട്ടില്ല. നല്ല കൂട്ടുകാരൻ്റെ ഉദാഹരണം കസ്തൂരി വിൽപ്പനക്കാരനെ പോലെയും ചീത്ത കൂട്ടുകാരൻ്റെ ഉദാഹരണം ഉലയിലും തട്ടാനെ പോലെയും ആകുന്നു സ്വാധീനിക്കേണ്ടതുണ്ട്. കസ്തൂരി വിൽപ്പനക്കാരിൽ നിന്ന് 3 സൗഭാഗ്യം അയാളുടെ സാന്നിധ്യത്തിൽ എത്തുന്നവർക്കെല്ലാം അവനിക്ക് കഴിയുന്നതാണ്. ഒന്നിരിക്കൽ അയാൾ അല്പസുഗന്ധം നമുക്ക് വിരട്ടി തരും. അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സുഗന്ധം അയാളിൽ നിന്ന് വില കൊടുത്ത് വാങ്ങതും. അതുമല്ലെങ്കിൽ നല്ലൊരു സുഗന്ധം ആസ്വദിച്ച് അടുത്തുകൂടി കടന്നു പോകാൻ കഴിയും. എന്നാൽ ഉലയിലൊന്നും തട്ടാണ്ട് നിന്നാൽ ഒരു തീപ്പൊരി പാറി വന്ന് നമ്മുടെ വസ്ത്രം കത്തിപ്പോയെന്ന് വരെ വരാം. അല്ലെങ്കിൽ പുകയും വെണ്ണീർ ശ്രദ്ധിച്ച് അയാളുടെ ദുർഗന്ധം ഏറ്റുവാങ്ങി കടന്നു പോകാൻ കഴിയും. നമ്മുടെ വിധി സാമൂഹിക ജീവിതത്തിലെ സാവാസങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ഗുണകരമായും ദുഷ്കരമായും ഒന്ന് സ്വാധീനിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന വിഭജനമാണിത്. ആദർശബോധത്തോടെ ജീവിക്കാൻ ബാധ്യതയുള്ള വിശ്വാസികൾക്ക് ഈ വിഭജനം ഒട്ടേറെ ദിശാസൂചന നൽകുന്നുണ്ട്. അതിലൊന്ന് സാമൂഹ്യ ജീവിയായ മനുഷ്യന് സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് വേറിട്ട് ജീവിതം സാധ്യമല്ല എന്ന മെസ്സേജും ഈ മുഖത്തിലുണ്ട്. അതോടൊപ്പം മനുഷ്യരുടെ സ്വഭാവ നിലവാരത്തിൽ വ്യത്യസ്ത തരക്കാരാണ്. അതിനാൽ ആളുകളുമായി സംസാരിക്കുമ്പോൾ ശ്രദ്ധയും ജാഗ്രതയും വേണമെന്ന സുന്ദരമായ മെസ്സേജും ഈ മുഖത്തിലുണ്ട്. നല്ല മനുഷ്യരുമായി കൂട്ടുകൂടുന്നവർക്ക് ഗുണകരമായ ഒട്ടേറെ നേട്ടങ്ങളുണ്ടാകുമെന്നും ഈ ഹദീസ് നമ്മെ തൊട്ടുനിർത്തുന്നു. കൂടാതെ ചീത്ത സ്വഭാവവും സാംസ്കൃതിക ജീർണതയും മുഖത്തുള്ളവരെ കൂട്ടുകാരാക്കിയാൽ അവരുടെ സ്വാഭാവിക മര്യാദയാണെങ്കിലും നമ്മളിൽ കടന്നുകൂടുമെന്നും ഈ പ്രവാചകൻ വേണ്ടിയിരുന്നു. സത്യവിശ്വാസികൾ സജ്ജന സാവാസനം ശ്രമിക്കേണ്ടത് തന്നേക്കാൾ സൽക്കർമ്മവും ജീവിത ഗുണവും നിലനിർത്തുന്നതുമായി സാവസിക്കാൻ ഒരു വിശ്വാസി ശ്രമിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ താങ്ങി നിർത്തിയിരുന്ന നമ്മുടെ ഗ്രാഫ് ഒന്നുകൂടി ഉയരാൻ സഹായകരമാകും എന്ന മെസ്സേജും ഈ മുഖത്തിലുണ്ട്. ദുസ്വഭാവികളുമായാണെങ്കിൽ സവാസമെങ്കിൽ നമ്മെ ആളുകൾ വിലയിരുത്തുക ദുസ്വഭാവികളായ നമ്മെ കൂട്ടുകാരൻ്റെ നിലവാരത്തിലായിരിക്കും. അത് തകർച്ചക്കാണ് കാരണമാവുക എന്ന സത്യം നാം നിലനിർത്തി വരുന്ന ധാർമ്മികമായ ഇമേജും നാം തിരിച്ചറിയേണ്ടതുണ്ട്. സന്തോഷങ്ങളിൽ മാത്രം കൂടെ നിൽക്കുകയും സന്ദർഭങ്ങളിൽ മാറി നിൽക്കുകയല്ല, മറിച്ച് 2 സന്ദർഭങ്ങളിലും കൂടെ നിൽക്കുന്നതിനാണ് അതാ സുഹൃത്ത്. ചെങ്ങാതി എന്നായാൽ കണ്ണാടി വേണ്ട എന്ന കൂട്ടുകാരൻ്റെ കുറവുകൾ നികത്തി ഉന്നതിയിലേക്ക് കൈപ്പിടിച്ചെടുത്തുവാനും കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുവാനുമാണ് ഒരു യഥാർത്ഥ തൻ്റെ ശരീരത്തേക്കാൾ കൂട്ടുകാരൻ്റെ പഴമുയർത്തുമാക്കും വിധം തന്നെ പരിഗണിക്കുകയും അതെന്നാലും ബന്ധമാക്കാത്ത നല്ല കൂട്ടുകാരൻ മാത്രമാണ്. ഇത്തരം മനോഹരമായ കൂട്ടുകാരൻ്റെ മകുടോദാഹരണമാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. ഒരു നിമിഷം പോലും വിരിഞ്ഞ് നിൽക്കാനാവാത്ത വിധം സുദൃഢമായിരുന്നു ആ ബന്ധം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ വിരാമം കുറിക്കുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.